ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡ്രീമി വ്ളോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റും എന്നാൽ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പം നമുക്ക് റെസിപ്പി തുടങ്ങിയാലോ. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് ഈ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത്, ഇതിലാദ്യം കാണുന്നത് തക്കാളി, സവോള, പച്ചമുളക്, മല്ലിയിലയും കൂടി അരച്ചെടുത്തതാണ്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഉരുളി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എപ്പോഴും ഒരേ ടേസ്റ്റിൽ ചിക്കൻ വെക്കാതെ നമ്മൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയാലല്ലേ നമുക്ക് അതിൻ്റെ രുചിയൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ മസാലകളാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതിന് വേണ്ട മസാലയൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഉരുളിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ മസാലയുടെ പച്ചമണം കൂടെ മാറുന്ന വരെ നമുക്ക് ചെറുതീയിൽ വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി ചിക്കൻ ഫുൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ എല്ലാ ചിക്കനിലേക്കും നമ്മൾ ഈ മസാലയൊക്കെ ആകും വിധം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഒന്ന് അടച്ച് വെക്കാവേ. ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവേ. അപ്പം നമ്മൾ ചിക്കൻ കറി തുറന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കറി. ഇനി അടപ്പ് വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളിനി ഈ കറി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാവേ. അപ്പം നമുക്ക് മസാലയൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ മസാല നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. എന്നും നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം.